സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കതിരൂർ മനോജ് വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ CBI പ്രതി ചേർത്തു. UAPA നിയമപ്രകാരമാണ് കേസ്. കേസിൽ ജയരാജൻ 25ാം പ്രതിയാണ്. CBI കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. നാളെ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ജയരാജൻ മുൻകൂർ ജാമ്യ ഹർജി നൽകും. RSS നേതാവ് ഇളന്തോട്ടത്തിൽ മനോജ് കൊല്ലപ്പെട്ട് 508 ദിവസം പൂർത്തിയാകുമ്പോഴാണ് P. ജയരാജനെ പ്രതി ചേർത്ത് CBI തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. UAPA നിയമത്തിലെ 18ാം വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയാണ് ജയരാജനെ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. കേസിൽ 25ാം പ്രതിയാണ് ജയരാജൻ. കുറ്റകൃത്യത്തിൽ പങ്കാളിയാകൽ, പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിക്കൽ തുടങ്ങി മറ്റ് പ്രതികൾക്കെതിരെയുള്ള കുറ്റങ്ങളും ജയരാജന് മേൽ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ BJP RSS നേതൃത്വത്തെ പ്രീതിപ്പെടുത്താനാണ് ജയരാജനെ കേസിൽ പ്രതി ചേർത്തതെന്ന് CPM ആരോപിച്ചു. ഇന്നലെ വരെ പ്രതിയല്ലാത്ത ജയരാജൻ ഇന്ന് പ്രതിയായിട്ട് മാറിയത് രാഷ്ട്രീയ നിർദ്ദേശം ലഭിച്ചതിന്റെ ഫലമായി എടുത്ത ഒരു തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ നെഞ്ചുവേദനയെ തുടർന്ന് P. ജയരാജനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിൽ നാളെ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി മുൻപാകെ ജയരാജൻ മുൻകൂർ ജാമ്യ ഹർജി നൽകും. 2014 സെപ്റ്റംബർ 1-നായിരുന്നു RSS നേതാവ് ഇളന്തോട്ടത്തിൽ മനോജിനെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദൻ അടക്കമുള്ളവർ കേസിൽ പ്രതിപ്പട്ടികയിലുണ്ട്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. മുതിർന്ന അഭിഭാഷകൻ KS മധുസൂദൻ അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ചർച്ചയിൽ പങ്കുചേരും. BJP വക്താവ് JR പത്മകുമാർ തിരുവനന്തപുരത്ത്, CPM നേതാവ് AN ഷംസീർ കണ്ണൂരിൽ നിന്ന് ചർച്ചയിൽ ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് KS മധുസൂദനിലേക്ക്. ശ്രീ മധുസൂദൻ, ഇവിടെ ജയരാജനെ പ്രതി ചേർക്കാനെടുത്ത CBIയുടെ തീരുമാനത്തിൽ നിയമപരമായ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ? മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അനിതര സാധാരണമായ സംഭവമായി തോന്നുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, റെയറസ്റ്റ് ഓഫ് റെയർ ഒക്കേഷൻ. 24 മണിക്കൂറിനുള്ളിൽ ഒരാൾ പ്രതിയാക്കപ്പെടുന്ന എന്ത് വിഭവ സമാഹരണമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള മുൻകൂർ അപേക്ഷകളിലെല്ലാം തന്നെ ജയരാജൻ പ്രതിയല്ല, ഹി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ എനി ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് ആ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിച്ച അതേ തന്ത്രം കഴിഞ്ഞ ദിവസം 2 ദിവസത്തിന് മുമ്പ് എടുത്തിരിക്കുന്നു. മുൻകാലങ്ങളിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള വാദം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ വാദം വരികയാണെങ്കിൽ, ഇനി നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അയാളെ ജാമ്യത്തിൽ വിടണം. ഇൻ ദ ഇവന്റ് ഓഫ് ഹിസ് അറസ്റ്റ് ഹി ഷാൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ എന്നാണ് സാധാരണ പറയുന്നത്. ഇപ്പൊ ഇതൊരു തന്ത്രമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് അപ്പോൾ റിപ്പോർട്ട് കൊടുക്കും, ഇയാള് ഈ ക്രൈമിൽ പ്രതിയല്ല. ഈ ക്രൈമിൽ പ്രതിയല്ല എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? അയാൾ ആ ക്രൈമിൽ ഇൻവോൾവ് ആകുന്ന യാതൊരു മെറ്റീരിയലും യാതൊരു തെളിവുകളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് അവരോട് സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ചതിന് ശേഷം 24 അല്ലെങ്കിൽ 48 മണിക്കൂറിന് ശേഷം ഇയാളെ പ്രതിയാക്കുന്ന ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൽ തന്നെ എന്താ? ഗൂഢാലോചന, 18ാം വകുപ്പ്, UAPAയിലെ 18ാം വകുപ്പ്. ഈ UAPAയിലെ 18ാം വകുപ്പ് പ്രകാരം വേറെ ആരുമായിട്ടാണ് ഇദ്ദേഹം ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്? അവരിൽ ആരെയൊക്കെയാണ് ഈ 18ാം വകുപ്പ് പ്രകാരം പ്രതിയാക്കിയിരിക്കുന്നത്? ഇദ്ദേഹം ആരുമായിട്ട് എവിടെ വെച്ച് എവിടെ വെച്ചാണ് ഈ ഗൂഢാലോചന നടത്തിയത്? ആദ്യം കൊടുത്ത ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹം ഒരു പാട്യത്തെ ഒരു കടയുടെ വരാന്തയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്ന് 1ാം പ്രതിയുടെ കുറ്റസമ്മതം, വിക്രമന്റെ കുറ്റസമ്മത മൊഴിയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ആ കഥയെല്ലാം മാറ്റിക്കൊണ്ട് തലശ്ശേരിയിൽ എവിടെയോ വെച്ച് എന്നോ ഒരു ഗൂഢാലോചന നടത്തി എന്ന രീതിയിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കാണേണ്ട പ്രശ്നം, വളരെ ഗുരുതരമായ ഒരു കുറ്റം അദ്ദേഹത്തിൽ ഇപ്പോൾ ആരോപിച്ചിരിക്കുകയാണ്. 5 വർഷത്തിൽ കുറയാതെയോ ജീവപര്യന്തം തടവ് കൊടുക്കാൻ പര്യാപ്തമായ ഒരു കുറ്റകൃത്യമാണ് ഇപ്പോൾ ജയരാജന് എതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് വളരെ ലാഘവത്വത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയില്ല. സാധാരണ നമുക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B ഉണ്ട്, ഗൂഢാലോചന. ആ ഗൂഢാലോചനയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് UAPAയിലെ ഗൂഢാലോചന വരുമ്പോൾ അതിന്റെ വിഷയം കാണേണ്ടത്, ഒന്ന്, UAPA ഇന്ന് കരുതൽ തടങ്കൽ നിയമത്തിന് സമാനമായ ഒരു നിയമമായി മാറിയിരിക്കുന്നു. ഇപ്പോ UAPA നിയമത്തിൽ തന്നെ 43D വകുപ്പ് പ്രകാരം, അതിനുള്ള വകുപ്പ് പ്രകാരം സാധാരണ ജാമ്യം ഹർജി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മുൻകൂർ ജാമ്യമല്ല, സാധാരണ ജാമ്യ ഹർജി കൊടുത്താൽ അതുപോലും പ്രഥമ ദൃഷ്ട്യാ കുറ്റമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചാർജ് ഷീറ്റോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന റിപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റു മൊഴികളുടെയോ അടിസ്ഥാനത്തിൽ
പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കാൻ പാടില്ല. കൂടാതെ UAPA നിയമത്തിൽ ആ പ്രതി ഈ കുറ്റത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ, പങ്കാളിത്തമുണ്ടെന്നൊരു ആരോപണമുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം അവിടെ നിരോധിച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, മദനിയുടെ കേസിലാണ് ആദ്യത്തെ റിപ്പോർട്ടഡ് ഡിസിഷൻ ഉണ്ടാവുന്നത്. 94 കാലഘട്ടത്തിൽ അദ്ദേഹം ഇതേപോലെ തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷയുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വരുമ്പോൾ അന്ന് ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത്, അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ വാദിച്ചത്, ഈ UAPA നിയമത്തിൽ മുൻകൂർ ജാമ്യത്തിന് നിരോധനമുണ്ട്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന ഒരു വാദം. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇതിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാണ്. ആദ്യം ഒരു 19 പേർക്ക്, പിന്നെ ഈ 5 പേരെയും കൂടി ചേർത്ത് 24 അതിനുശേഷം അവസാനമായിട്ട് ഇപ്പോൾ 25ാമതായിട്ട് അദ്ദേഹത്തെ ചേർത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ സാധാരണ UAPA നിയമത്തിൽ നമുക്കറിയാം, 3 മാസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അന്വേഷണം അതിനുള്ളിൽ നീട്ടാനുള്ള അനുമതി കോടതി നൽകിയില്ലെങ്കിലോ 6 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യത്തിനുള്ള അർഹതയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ജാമ്യം ഓൾറെഡി അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു. പക്ഷെ അതിനിടയിൽ തന്നെ ഇവിടെ ഒരു കുറ്റപത്രം കൊടുത്തിരുന്നു. ഞങ്ങൾ കൂടുതലായിട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ കുറ്റപത്രത്തിൽ തന്നെ ബോധിപ്പിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ത് പറ്റുന്നു? ഈ ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയുന്ന, സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്ന ഒന്നിന് അർഹതയില്ലാത്ത വിധത്തിൽ പഴുതടച്ചുകൊണ്ടുള്ള വളരെ ഗൂഢമായ നീക്കം ഇവിടെ CBI നടത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. താങ്കളിലേക്ക്, താങ്കൾ വിശദമായി തന്നെ നിയമപരമായ ഇതിന്റെ വശങ്ങൾ പരാമർശിച്ചു കഴിഞ്ഞു. ശ്രീ JR പത്മകുമാർ, ഈ സാഹചര്യത്തിലാണ് ഈ കേസിൽ രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രേരണയുടെ ഫലമായാണ് CBI പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം ഉയരുന്നത്. അഡ്വക്കേറ്റ് KS മധുസൂദനൻ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചതുപോലെ 48 മണിക്കൂറിന് മുൻപ് വരെ പ്രതിയല്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളെ പ്രതി ചേർക്കാൻ CBI എന്തുകൊണ്ട് തീരുമാനിക്കുന്നു? ആ തീരുമാനം CBIയുടേത് മാത്രമാണോ, അതോ ആ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യം അവിടെയാണ് ഉയരുന്നത്. അല്ല, പ്രതിയാണോ പ്രതി അല്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇതിൽ ഇൻവോൾവ് ആയിട്ടില്ല, ഇദ്ദേഹത്തിനെതിരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ CBI പറഞ്ഞത് പ്രതിയല്ല, ഞങ്ങൾ ഇപ്പൊ പ്രതിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭാവിയിൽ പ്രതിയാക്കാൻ പാടില്ലെന്നുണ്ടോ? എത്രയോ കേസിൽ കേരളത്തിൽ മുൻകൂർ അപേക്ഷ തള്ളി, അഭിഭാഷകൻ അറിയാമല്ലോ, തള്ളിയതിനു ശേഷം പിന്നീട് സബ്സിക്വന്റ് അവരുടെ കയ്യിൽ വിവിധ തെളിവുകൾ അനാലിസിസ് ചെയ്തിട്ട് പ്രതിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ അന്ന് കേസിൽ അദ്ദേഹത്തിന് പ്രതിയല്ല എന്ന് പറഞ്ഞാൽ ഉടനെ കോടതി അങ്ങോട്ട് പറയും, ഇൻ ദ ഈവന്റ് ഓഫ് അറസ്റ്റ് ഹി ഷാൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ എന്ന് പറഞ്ഞാൽ 302 അതുപോലുള്ള മറ്റ് കേസുകളിലൊക്കെ അങ്ങനെയാണോ ചെയ്യുന്നത്? പ്രതിയാണെന്ന് പോലീസിന് തോന്നിയാൽ ഉടനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ട് ഒപ്പിട്ട് ജാമ്യത്തിന് വിടുകയാണോ ചെയ്യുന്നത്? ഇത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അതിന്റെ ഏതൊക്കെ തെളിവുണ്ട്, എങ്ങനെ തെളിവ്, എത്രമാത്രം ഇയാളുമായിട്ട് ജയരാജനുമായി അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടത് CBI ആണ്. ഇതിൽ രാഷ്ട്രീയം ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം CBI രാഷ്ട്രീയമായി രാഷ്ട്രീയ എതിരാളികൾക്ക് ഉപയോഗിക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ആ തരത്തിലൊരു സമീപനം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയില്ല. ഇവിടെ സംബന്ധിച്ചപ്പോൾ ജയരാജൻ ആദ്യമായൊരു കേസിൽ ഇങ്ങനെ പ്രതിയായി വളരെ മാൻപേട പോലെ നിഷ്കളങ്കനായ ഒരാളാണെന്ന് തോന്നിപ്പോവില്ലേ? എത്ര കൊലക്കേസിലാണ് അദ്ദേഹം പ്രതിയായിട്ടുള്ളത്? എത്ര കേസിലാണ് പ്രതിയുള്ള? അരികൾ സുക്കൂറിനെ കൊന്ന കേസിൽ അദ്ദേഹം പ്രതിയല്ലേ? അദ്ദേഹം ആ കേസിൽ പ്രതിയല്ലേ? വേറെ എത്ര കേസിൽ പ്രതിയായിട്ടുണ്ട്? അതേപോലെ ഈ കേസിലും അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ്, അദ്ദേഹം പ്രതിയാണോ ഇല്ല എന്ന് CBIയെക്കാളും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ P. ജയരാജനാണ്. അതുകൊണ്ടാണല്ലോ നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങാതെ ഒരു അരാജകത്വത്തിന്റെ ഫിലോസഫിയുമായിട്ട് ഇപ്പോൾ അദ്ദേഹം നടക്കുന്നത്. നിയമവാഴ്ച നിലവിലുള്ള ഒരു രാജ്യത്ത് അദ്ദേഹം ചെയ്യേണ്ടത്, ഒരു ഉത്തരവാദിത്ത ഉള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹം അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ചെന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് പറയണം. പ്രതിയാണെങ്കിൽ പ്രതിയാകും, പ്രതി അല്ലെങ്കിൽ പ്രതിയല്ലാതെ പോകും. അതിനെന്തിനാ ഭയക്കുന്നത്? അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ ചെന്ന് കാര്യങ്ങൾ പറയണം എന്ന് പറയുമ്പോൾ 2015 ജൂണിൽ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തതാണ്. അതിനുശേഷം CBI ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. തുടർന്ന് 2016 ജനുവരിയിലാണ് വീണ്ടും നടപടികളിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ അതിനു മുൻപ് അറസ്റ്റ് ചെയ്ത 5 പേരുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു. അത് നിയമപരമായി അദ്ദേഹത്തിന് അർഹതപ്പെട്ട കാര്യവുമാണ്. അദ്ദേഹം എവിടെയാണ് നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചു എന്ന് താങ്കൾ ആരോപിക്കുന്നത്?
അന്വേഷണം ഒരു പ്രാവശ്യം അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യമേ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൂ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും നിയമവ്യവസ്ഥയുണ്ടോ? ഇവിടുത്തെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന ശശി തരൂരിനെ എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തു? ഇനി പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അവർ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും നോട്ടീസ് കൊടുക്കുമല്ലോ. കേരളത്തിലും അതുപോലെ നിരവധി ആളുകളെ അത്തരത്തിൽ ചോദ്യം ചെയ്ത് ആദ്യം അവർ പറയുന്ന ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ പറയുന്ന മൊഴിയും ഇതുമായി ബന്ധപ്പെടുത്തിയ സാക്ഷികൾ പറയുന്ന മൊഴിയും മറ്റു പ്രതികളുടെ മൊഴികളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് പ്രതിയാണെന്ന് ബോധ്യമാകുമ്പോഴാണല്ലോ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുന്നത്. ഈ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം CBIക്ക് വിക്രമന്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റും ഏകദേശം 212ഓളം സാക്ഷികളെ ചോദ്യം ചെയ്തതിലും പ്രതിസ്ഥാനത്ത് അദ്ദേഹത്തെ ബാക്കി ക്ലാരിഫിക്കേഷനും കൂടെ വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ പ്രതിയാക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രതിയാകാണ് പറയുന്നത് പോലെ സാഹചര്യ തെളിവുകൾ ഉണ്ടാകാം. CBIക്ക് അത് ഇപ്പോൾ പുറത്തു പറയേണ്ട കാര്യമില്ല. 48 മണിക്കൂർ മുമ്പ് കോടതിയിൽ ഞങ്ങൾ പ്രതിയാക്കിയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് പിന്നീട് പ്രതിയാക്കിക്കൂടാ എന്നില്ല. ഇങ്ങനെ നിയമപരമായ ഒരുപാട് സാധ്യതകൾ CBIയുടെ മുൻപിൽ തന്നെ ഉണ്ട്. അങ്ങനെയിരിക്കെ ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായുള്ള അറസ്റ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായുള്ള പ്രതി ചേർക്കൽ എന്ന് എങ്ങനെയാണ് CPM വ്യാഖ്യാനിക്കുന്നത്? ഈ കൊലപാതക കേസിൽ CBI സഖാവ് ജയരാജേട്ടനെ പ്രതി ചേർത്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനറിയാം, അതുപോലെ CPIയും അറിയാം. ഇവിടെ 505-ാമത്തെ ദിവസം 2015 ഈ ജനുവരി മാസം 18-ാം തീയതിയാണ് അദ്ദേഹത്തിന് ആന്റിസിപ്പേറ്ററി ബെയിലിന് മുകളിൽ ആർഗ്യുമെന്റ് നടക്കുന്നത്. അന്ന് ഞങ്ങളൊക്കെ കോടതിയിലുണ്ടായിരുന്നു. അന്ന് CBIയുടെ കൗൺസിൽ കൃഷ്ണകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആസ് ഓൺ ഡേറ്റ് ഹി ഈസ് നോട്ട് എൻ അക്യൂസ്ഡ്, അയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞവർ ഇന്ന് 3 ദിവസം കഴിയുമ്പോഴേക്കും ജനുവരി മാസം 21 ആകുമ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ നോട്ടീസ് കൊടുത്ത് അദ്ദേഹം പ്രതിയാണെന്ന് കോടതിയിൽ പറയുന്നു. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ 2015 ജൂൺ മാസം 2-ാം തീയതി അദ്ദേഹത്തെ 7 മണിക്കൂർ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിന് ശേഷം CBI കുറെ കാലം സൈലന്റ് ആയിരുന്നു. ഈ സൈലന്റ് CBI കാണിക്കാൻ കാരണം CBIക്ക് തെളിവുകളില്ല. പക്ഷേ സമീപകാലത്ത് മോഹൻ ഭാഗവത് കണ്ണൂരിൽ വന്നു, മോഹൻ ഭാഗവത് എറണാകുളത്ത് വന്നു. മോഹൻ ഭാഗവത് എറണാകുളത്ത് കണ്ണൂരിൽ വന്നപ്പോഴും RSS ആവശ്യപ്പെട്ടതും മോഹൻ ഭാഗവത്തിനെ എറണാകുളത്ത് പോയി RSSന്റെ നേതാക്കന്മാരും മനോജിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം, ഇദ്ദേഹത്തെ പ്രതി ചേർക്കണം എന്നുള്ളതായിരുന്നു. അവിടെ വെച്ച് മോഹൻ ഭാഗവത് നേരിട്ടാണ് രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നത്. രാജ്നാഥ് സിംഗിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഇപ്പൊ CBI ഈ നിലയിൽ ആക്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. CBIയെ കുറിച്ച് കേജ്ഡ് പാരറ്റ് എന്ന വാക്ക് ഉപയോഗിച്ച് ഞങ്ങളല്ല, മറിച്ച് ജസ്റ്റിസ് ലോധയാണ്. CBIയെ രാഷ്ട്രീയ ചട്ടുകമാക്കുന്നു ഓരോ ഘട്ടങ്ങളിലും ഭരിക്കുന്ന ഭരണകൂടങ്ങൾ. അത് നേരത്തെ BJP കോൺഗ്രസ് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് BJPക്കെതിരെ സോണിയാഗാന്ധിയുടെ വിഷയം വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ഇവരെ കുറിച്ച് പറഞ്ഞതാണ്. ഇവിടെ ഫെയർ ആൻഡ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൽ നടന്നിട്ടില്ല. CBI കൊടുത്തിരിക്കുന്ന ടേംസ് ഓഫ് റെഫറൻസിൽ വളരെ കൃത്യമായി RSS കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻ P ജയരാജനെ പൂട്ടണം. P ജയരാജനെ പൂട്ടാൻ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എവിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കും, ആ നിലയിലേക്ക് എവിഡൻസ് ശേഖരിക്കണം. ഇവിടെ ഒരു എവിഡൻസും ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല CBIക്ക്. അതുകൊണ്ടാണ് 505-ാം ദിവസം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുകയും 3 ദിവസം പിരീഡുമ്പോഴേക്കും ഇദ്ദേഹത്തെ പ്രതി ചേർത്ത് അടച്ചില്ല. ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ശ്രീ ഷംസീർ, അത് പറയുമ്പോൾ CPI നേതൃത്വം സഖാവ് P ജയരാജൻ ശ്രീ ഷംസീർ, അത് നമ്മൾ പറയുമ്പോൾ ഈ കേസിൽ മുഖ്യപ്രതിയായി 1-ാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുമായി P ജയരാജനുള്ള അടുപ്പം, ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റാളുകൾക്ക് പാർട്ടിയുമായുള്ള ബന്ധം, അവരും P ജയരാജനും തമ്മിലുള്ള അടുപ്പം, ഇതൊക്കെ CBIയുടെ മുന്നിലുണ്ട്. നമ്മൾ രാഷ്ട്രീയമായി അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരം തീർക്കുന്നതിൻ്റെ ഭാഗമായി RSSന്റെ സമ്മർദ്ദഫലമായി അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതി ചേർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം വസ്തുതകൾ ഒരു അന്വേഷണ ഏജൻസിക്ക് അത്ര എളുപ്പത്തിൽ അവഗണിക്കാൻ സാധിക്കുമോ? വ്യക്തിപരമായ അടുപ്പമാണോ ഒരാളെ പ്രതി ചേർക്കാൻ കാരണമാക്കേണ്ടത്? ഇപ്പം രാജീവും ഞാനും തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ നാളെ എന്തെങ്കിലും ചെയ്താൽ രാജീവിനെ പ്രതി ചേർക്കണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇവിടെ KK കതിരൂരിൽ നടന്നൊരു കൊലപാതകം ജയരാജേട്ടന്റെ വീട്ടിനടുത്താണ് എന്ന ലോജിക്കാണ് CBI ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ലോജിക്കുണ്ട്. RSS പ്രവർത്തകന്മാർ കണ്ണൂർ ജില്ലയിലെ പൊയിലൂരിൽ CPIM പ്രവർത്തകൻ പള്ളിച്ചാൽ വിനോദിനെ കഴിഞ്ഞ വിഷുദിനത്തിൽ കൊലപ്പെടുത്തി. ആ കൊലപാതകം നടന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് സത്യപ്രകാശിന്റെ വീട്ടിനടുത്ത് വെച്ച. എന്തേ സത്യപ്രകാശിനെ പ്രതി ചേർക്കാത്തത്? അപ്പൊ ഇവിടെ ഡ്യുവൽ ജസ്റ്റിസ് ആണ്. CPIമിനോട് ഒരുതരം CPIM എന്ന് പറയുന്ന പാർട്ടിയെ എങ്ങനെ പൂട്ടാം, എങ്ങനെ തകർക്കാം. ഇവിടെ ഈ കണ്ണൂരിൽ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉണ്ട്. കാരണം RSSൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ CPIമിലേക്ക് വരുന്നു. അവരുടെ ദേശീയ നേതാവായിരുന്ന OK വാസു മാസ്റ്റർ, RSSന്റെ പ്രചാരകനായ സുധീഷ് മിന്നി, ഇങ്ങനെ അശോകൻ തുടങ്ങിയ പടരയടക്കം ഇനിയും ഒരുപാട് ആളുകൾ വരാൻ കാത്തു നിൽക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് P ജയരാജനാണ്. അതോടൊപ്പം തന്നെ P ജയരാജന്റെ നേതൃത്വം നടക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം,
ഡി അഡിക്ഷൻ സെന്ററുകൾ, ഇതെല്ലാം അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾ CPIM-ന് കണ്ണൂർ ജില്ലയിൽ ബഹുദൂരം മുന്നോട്ട് പോകാനും കണ്ണൂർ കോർപ്പറേഷനകത്ത് ഉൾപ്പെടെ വിജയം കരസ്ഥമാക്കാനും നമുക്ക് ലഭിക്കാത്ത പഞ്ചായത്തുകൾക്കകത്ത് ഉൾപ്പെടെ മുന്നേറാനും CPM-ന് സാധിച്ചു. ഇത് UDF-ന് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ഈ കൊതിച്ചുപോക്കിന് നേതൃത്വം കൊടുക്കുന്ന കടിഞ്ഞാൻ പിടിക്കുന്ന ആൾ ആരാണോ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാറ്റി നിർത്തണം. ഒരൊറ്റ കാര്യം, ഈ വാദം, അതായത് പാർട്ടിയുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് അവരെ പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ ആരോപണ വിധേയരാക്കുകയോ ചെയ്ത് പാർട്ടിയെ തളർത്തുക എന്ന ആരോപണം അല്ലെങ്കിൽ എന്ന വിലയിരുത്തൽ CPM മുൻകാലത്തും നടത്തിയിട്ടുണ്ട്. P. ജയരാജൻ എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തതുകൊണ്ട് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും CPM-ന് നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം കണ്ണൂരിൽ ഉണ്ടാകില്ല. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരു പാർട്ടിയെ തളർത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിന്റെ വിശ്വാസ്യത അത് എത്രത്തോളമാണ്? നമ്മുടെ ഒരു പാർട്ടിയുടെ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്നയാൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ സെക്രട്ടറിയുടെ ഇനീഷ്യേറ്റീവ് ഉണ്ട്. ആ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആൾ ആരാണോ അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യുക. കണ്ണൂർ ജില്ലയിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇവർ പിണറായി ആക്രമിച്ചു, ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആക്രമിച്ചു. പിന്നീട് ഒരു ഘട്ടത്തിൽ സഖാവ് കോടിയേരിയെ ആക്രമിച്ചു. EP ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ വാടക ഗുണ്ടകളെ പറഞ്ഞയച്ചു. EP ജയരാജൻ നേരെ ബോംബെറിഞ്ഞു. P. ജയരാജനെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞയച്ചു. ഇവിടെ പത്മകുമാർ പറഞ്ഞല്ലോ P. ജയരാജനെ കുറിച്ച്. അങ്ങനെയെങ്കിൽ കൊല്ലപ്പെട്ട മനോജിനെ കുറിച്ചും ഞങ്ങൾക്ക് പറയേണ്ടി വരും. മരിച്ച ആളുകളെ കുറിച്ച് പറയുന്ന ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം പരാമർശിക്കാത്തത്. മനോജ് ആരാണെന്നും അദ്ദേഹത്തിന്റെ പേരിലെ കേസുകൾ എന്താണെന്നും കുറ്റപത്രത്തിനകത്ത് CBI പോലും ആരോപിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മരിച്ച ആളുകളെ കുറിച്ച് പറയുന്ന രീതി ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അതൊരു ശരിയായ രീതിയല്ല എന്നുള്ളത് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഇവിടെ കാണേണ്ട കാര്യം, ആരൊക്കെയാണോ CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നിട്ടുള്ളത് അവരെല്ലാം പല ഘട്ടങ്ങളിലും കടന്നാക്രമിച്ചിട്ടുണ്ട്. ആ കടന്നാക്രമണ രീതിയുടെ തുടർച്ചയായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതിൽ P. ജയരാജന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുക്കാൻ കാരണം P. ജയരാജന്റെ മുൻകൈയിലാണ് ഇവരുടെ ചെറുവാഞ്ചേരിയിൽ ഒരു കാലത്തും ചെമ്പതാക പറക്കാത്ത ചെറുവാഞ്ചേരിയിൽ ചെമ്പതാക പാറിപ്പറക്കുന്നു. പൊയിലൂർ എന്ന് പറയുന്ന ഇവരുടെ കോട്ടകൊത്ത പൊന്നാപുരം കോട്ടക്കകത്ത് CPM-ലെ കൂട്ടത്തോടെ ആളുകൾ കടന്നു വരുന്നു. സുധീഷ് മിന്നിയെപ്പോലുള്ള അഖിലേന്ത്യാ പ്രചാരകൻ CPM-ന്റെ ചീഫ് ക്യാമ്പയിനറായി മാറുന്നു. നിരവധി പ്രവർത്തകന്മാർ RSS സംഘം വിട്ടുകൊണ്ട് CPM-ന്റെ ഭാഗമായി മാറാൻ ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരാൾ P. ജയരാജനാണ്. അദ്ദേഹത്തെ ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ 99 ആഗസ്റ്റ് മാസം 25 ശ്രമിച്ചു. അതിൽ പരാജയപ്പെട്ടു. പാർലമെന്ററി രംഗത്ത് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു കള്ളക്കേസ് പൊക്കിക്കൊണ്ടുവന്നു. പക്ഷെ അതിനെയും അദ്ദേഹം അതിജീവിച്ചു. ഇപ്പോ CBI ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം വരെ പ്രതിപ്പട്ടികയിലില്ലായിരുന്ന ഒരാളെ പ്രതിപ്പട്ടികയിലേക്ക് ചേർക്കാൻ അന്വേഷണ ഏജൻസിക്ക് ഒരുപക്ഷെ സാധിച്ചേക്കാം. അതുവരെ ഉണ്ടായിരുന്ന തെളിവുകൾ അന്വേഷണത്തിന്റെ സുഗമമായ നടത്തിപ്പിനോ അല്ലെങ്കിൽ കേസിന്റെ സുഗമമായ നടത്തിപ്പിനോ വേണ്ടി ഞങ്ങൾ പറഞ്ഞില്ല എന്ന് വേണമെങ്കിൽ ആ അന്വേഷണ ഏജൻസിക്ക് പറയാൻ സാധിക്കും. ആ സ്വാതന്ത്ര്യം ആ അന്വേഷണ ഏജൻസിക്ക് ഉണ്ട് എന്ന് കരുതുക. അത് കണക്കിലെടുത്താണ് CBI ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് വിശദീകരിച്ചാൽ തന്നെ CBI തീർത്തും രാഷ്ട്രീയ മുക്തമല്ല എന്ന് നമുക്കറിയാം. BJP-യുടെ ഭരണം, NDA ഭരണം ഉണ്ടായിരുന്ന കാലത്ത്, പിന്നീട് UPA ഭരണം ഉണ്ടായിരുന്ന കാലത്ത് ഒക്കെ CBI-യെ ഏത് വിധത്തിലാണ് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത്, ഏത് വിധത്തിലാണ് അവരെ സമ്മർദ്ദത്തിലാക്കിയിരുന്നത് എന്നതൊക്കെ പല വാർത്തകളായും CBI-യുടെ തലപ്പത്തിരുന്ന ആളുകൾ തന്നെ തുറന്നു പറഞ്ഞതായും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിലൊരു ശ്രമം ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? നമ്മൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 43D വകുപ്പ് പ്രകാരം മുൻകൂർ ജാമ്യം നിരോധിച്ചിരിക്കുന്നത് ഒരു പ്രതി കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആണ് എന്ന് കണ്ടെത്തലിലാണ്. അങ്ങനെ ഒരു പ്രതി ആ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ, UAP-യുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല, മുൻകൂർ ജാമ്യം ഒട്ടും കൊടുക്കാൻ പാടില്ല. അപ്പോൾ CBI പറയാണ് ഇയാൾ പ്രതിയല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നാളിതുവരെയുള്ള ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇയാളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 7 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തതായിട്ട് CBI പറയുന്നുണ്ട്. അതിനുശേഷം 2 വട്ടം ചാർജ് ഷീറ്റ് കൊടുക്കുന്നുണ്ട്. 212ഓളം സാക്ഷികളെ ഇവർ ചോദ്യം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സാക്ഷികളുടെ മുഴുവൻ തെളിവുകളും സ്കാൻ ചെയ്തു നോക്കുമ്പോൾ അതിൽ ഒരു സ്ക്രാപ്പ് പേപ്പർ നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ല ഈ ജയരാജന്റെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, ആദ്യം ക്രൈംബ്രാഞ്ച് ഒരു ഒബ്സർവേഷൻ മാസ്റ്റർ തയ്യാറാക്കി. എവിടെയാണ്? പാട്യത്ത് ഒരു കടയുടെ വരാന്തയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട്.
ഇപ്പോ അതെല്ലാം മാറി, പാഠ്യമെല്ലാം മാറി. ഇപ്പൊ തലശ്ശേരിയിൽ ഏതോ ഒരു സ്ഥലത്ത് വെച്ചെന്നുള്ള അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോ ഏതെങ്കിലും വിധത്തിലുള്ള കർക്കശമായ തെളിവിന്റെ സാന്നിധ്യത്തിലാണ് ഒരാളുടെ മുൻകൂർ ജാമ്യം നിഷേധിക്കേണ്ടത്. കാരണം മുൻകൂർ ജാമ്യം പോലും ഒരു ഭരണഘടനാനുസൃതമായ അവകാശമായിട്ട് മാറും. കാരണം ഒരാളുടെ സ്വാതന്ത്ര്യം അത് ഭരണഘടനാനുസൃതമായ ഒരു അവകാശത്തെക്കാൾ ജന്മസിദ്ധമായ ഒരു അവകാശമുണ്ട്. അത് തച്ചുടയ്ക്കുമ്പോൾ ഒരു ഏജൻസി ഒരിക്കൽ പോലും ഒരു കോടതിയുടെ മുമ്പിൽ കാപട്യത്തിന്റേതായ ഒരു മുഖം അണിയാൻ പാടില്ല. ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. കോടതികളിൽ വരുമ്പോൾ അത് ഹൈക്കോടതിയിലായാലും സെഷൻസ് കോടതിയിലായാലും ഈ CBIയും ക്രൈംബ്രാഞ്ചും എല്ലാം പറഞ്ഞത് ജയരാജൻ പ്രതിയല്ല, ജയരാജനെ പ്രതിയാക്കാനുള്ള യാതൊരു തെളിവുകളും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, അനിതര സാധാരണമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഈ 48 മണിക്കൂറുകളിൽ എന്ത് തെളിവുകളാണ് ഇവരുടെ കൈവശം എത്തിയിരിക്കുന്നത്? അത് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അവർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലും അത്തരത്തിലുള്ള എന്തെങ്കിലും അവർക്ക് ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയെ തള്ളിക്കുന്നതിന് വേണ്ടി മാത്രം വളരെ കാപട്യമാർന്ന ഒരു മുഖാവരണം അണിയുന്ന CBI എത്തരത്തിലുള്ള ഒരു തത്ത, ഒരു പാവം തത്ത എന്നൊന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ല. അതിനേക്കാൾ ഒരു വഞ്ചകനായ കുറുക്കനെന്നോ മറ്റൊക്കെ നമ്മൾ വിളിക്കേണ്ടി വരും. അപ്പോ കാരണം ഒരു പ്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ആ ഏജൻസിയെ ഒരു കേസ് ഏൽപ്പിക്കുമ്പോൾ സത്യസന്ധമായിട്ട് ഒരു ഭരണത്തിന്റെയും യാതൊരു സ്വാധീനവുമില്ലാതെ ആ ഏജൻസി കേസ് കൈകാര്യം ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയമെല്ലാം മാറ്റിവെക്കുക. അതിനപ്പുറത്ത് തെളിവുകളുടെ സാന്നിധ്യമാണ് പരിശോധിക്കേണ്ടത്. ആ തെളിവുകളുടെ സാന്നിധ്യം പരിശോധിച്ചുകൊണ്ട് ഒരു നിയമ കോടതിയുടെ മുമ്പിൽ ഇദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവും പ്രതിസ്ഥാനത്ത് ചേർക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കൈവശം ഇല്ല എന്ന് സമ്മതിച്ചതിന് ശേഷം 48 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങേ അദ്ദേഹത്തെ 25ാം പ്രതിയായി ചേർക്കുമ്പോൾ അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെയാണ് കോടതികളുടെ ഉത്തരവാദിത്വമേറുന്നത്. കോടതികൾ, ഞാൻ നേരത്തെ പത്മകുമാർ ചൂണ്ടിക്കാണിക്കുന്നു, 302ാം പ്രതിയായ ഒരാളെ ബോണ്ട് എഴുതി ഒപ്പിടുക, അങ്ങനെയല്ല. ബെയിലിന് വേണ്ടി വരണ സമയത്ത് വളരെ സൂത്രശാലികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇയാളിപ്പോ പ്രതിയല്ല എന്ന് പറയുക, എന്നിട്ട് കോടതിയുടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ അയാൾ അറസ്റ്റ് ചെയ്യുക. അത്തരം സാഹചര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ആ പ്രീസിഡൻസ് വെച്ചിട്ടാണ് കോടതി പറയുന്നത്. നമ്മൾ പറയും ഇത് ഒരു തട്ടിപ്പാണ്, ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ് ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും. അപ്പൊ കോടതി പറയും ഇൻ ദ ഇവന്റ് ഓഫ് ഹിസ് അറസ്റ്റ് ഹി ഷാൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് തെളിവൊന്നുമില്ലല്ലോ അയാൾ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അയാൾ പ്രതിയല്ലാത്തോടത്തോളം അയാളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല. അയാളുടെ ആന്റിസിപ്പേഷൻ ഓഫ് അറസ്റ്റ് അത് പ്രഥമ ദൃഷ്ട്യാ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് കോടതി മേൽക്കോടതി പോയിട്ട് അപ്പീൽ ബോധിപ്പിക്കാനല്ല പറയേണ്ടത്. ചൂണ്ടിക്കാണിക്കുമ്പോൾ കൃത്യമായിട്ട് ബെയിൽ കൊടുക്കാനുള്ള ഒരു ഇടപെടുന്നുണ്ട്. ഇന്ന് CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രതിചേർത്തുകൊണ്ട് CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ P ജയരാജന് മാത്രമാണ് കൊല്ലപ്പെട്ട മനോജുമായി വ്യക്തിവൈരാഗ്യത്തിന് സാധ്യതയുള്ളത്. വിക്രമന്റെ നേതൃത്വത്തിൽ കൊലപാതകത്തിന് ആളുകളെ സജ്ജമാക്കുന്നതിൽ P ജയരാജന് പങ്കുണ്ട്, ആ ഗൂഢാലോചനയിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് എന്നാണ് ആക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ആക്ഷേപത്തിന് പ്രതി ചേർത്തതിന് ശേഷം അന്വേഷണവും തെളിവെടുപ്പും വിചാരണാ സമയത്തേക്ക് തെളിവ് ഹാജരാക്കലും അത്തരം കാര്യങ്ങളൊക്കെ ആകാവുന്നൊരു സാഹചര്യമില്ലേ? ഈ നമ്മുടെ വണ്ടിയുടെ മുമ്പിലോ പുറകിലോ കാളയെ കെട്ടണം എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ വരാറില്ലേ? പ്രതിയെ പിടിച്ചതിന് ശേഷം ഇപ്പൊ 160ാമത്തെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് CRPCയിലെ 160ാമത്തെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആൾക്ക് സമൻസ് അയക്കുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിവുണ്ട്, ഹീസ് അക്വൈന്റഡ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കേസ് എന്ന നിഗമനത്തിൽ പോലീസ് അദ്ദേഹത്തിൽ നിന്ന് ചോദ്യം ചെയ്ത് തെളിവുകൾ സമാഹരിക്കുന്നതിനായി വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി അത് പ്രതിക്കോ അല്ലെങ്കിൽ സാക്ഷിക്കോ സമൻസ് അയക്കാം. അതുപ്രകാരം സമൻസ് അയച്ച് 7 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഇനി സമൻസ് അയച്ച് അതിനുശേഷം അദ്ദേഹം ഹാജരായില്ല, അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വന്നു. അതിന്റെ അർത്ഥം എന്താ? സമൻസ് അയക്കുന്നതുവരെ, പ്രതിയെ ചോദ്യം ചെയ്യുന്നതുവരെ ഈ പ്രതിയാക്കുന്നതിന് വേണ്ടുന്ന ഒരു തെളിവുകളും തങ്ങളുടെ കൈവശമില്ല. ഇനി അദ്ദേഹത്തിന്റെ വാമൊഴിയിൽ നിന്ന്, ആ അശ്വമുഖത്തു നിന്ന് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും വീണ് കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തെ പ്രതിയാക്കാൻ കഴിയൂ എന്ന ഒരു കുറ്റസമ്മതമാണോ ഈ പ്രൈം ഏജൻസി നടത്തുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. ഇപ്പോ പ്രതിയാക്കാൻ വേണ്ടി എന്ത് തെളിവാണ് അവർക്ക് കിട്ടിയത്? ഇപ്പോ ഒരു അനുചരൻ എന്തെങ്കിലും കുറ്റം നടത്തി കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ തലവന് അതിൽ പങ്കുണ്ടെന്നെല്ലാം പറയുന്ന നിഗമനങ്ങളൊന്നും തെളിവ് നിയമത്തിന്റെ വശത്ത് വരുന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ നമുക്ക് വെറും വീൺവാക്ക് പറയാം. അതിനപ്പുറത്ത് നമുക്ക് കാതലായി ഇപ്പൊ ശരിയാണ്, ഒരു ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കൃത്യമായ വളരെ കണിശമായ നേരിട്ടുള്ള ഡയറക്റ്റായ തെളിവുകളൊന്നും കിട്ടില്ല. നല്ല സാഹചര്യങ്ങൾ വേണം. നല്ല സാഹചര്യങ്ങളോട് അതിന് നമുക്ക് ഉപോത്ബലകമായ തെളിവുകളുടെ സാന്നിധ്യത്തിൽ അത് പരിശോധിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ കാണേണ്ടത് എന്ന് എവിടെ വെച്ച് ആരെല്ലാം ചേർന്ന് ഈ ഗൂഢാലോചന നടത്തി എന്നതിന് എന്ത് തെളിവാണുള്ളത്? ഇപ്പൊ ഒരു പ്രതിയുടെ മൊഴി എഴുതിയാൽ മതിയോ?
പ്രതിയുടെ മൊഴി ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 24, 25 വകുപ്പ് പ്രകാരം സ്വീകരിക്കാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് എവിഡൻസ്. അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു പ്രതിയുടെ അല്ലെ ഒന്നാം പ്രതി വിക്രമന്റെ പേരിൽ എന്തെങ്കിലും എഴുതി വെച്ചു കഴിഞ്ഞാൽ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാൾ പറഞ്ഞിരിക്കുന്നതിന് സ്ഥിരീകരണം കിട്ടണമെങ്കിൽ ഇനി ജയരാജനും കൂടി ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, അപ്പൊ ഞങ്ങൾക്ക് ഓക്കെയാണ്, അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് തുടരന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇവരാഗ്രഹിക്കുന്നത്. മറിച്ച് എന്ത് തെളിവാണ് ഇവിടെ സമാഹരിച്ചത്? കേരള ജനതയുടെ മുമ്പിൽ പറയാൻ ആ നിയമപ്രശ്നത്തിൽ നിന്നാണ് രാഷ്ട്രീയ പ്രശ്നം ഉടലെടുക്കുന്നതും. ഒരു വ്യക്തിയെ നിങ്ങൾ എന്തിന് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അന്വേഷണ ഏജൻസിയോട് ചോദിച്ചാൽ ആ അന്വേഷണ ഏജൻസിക്ക് തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ആ അന്വേഷണ ഏജൻസി പ്രവർത്തിക്കുന്നത് മറ്റാർക്കോ വേണ്ടിയാണ് എന്ന സംശയം ഉയരുന്നത്. ആ സംശയമാണ് ഇവിടെ ഷംസീർ കൃത്യമായി ഉന്നയിച്ചതും. അഡ്വക്കേറ്റ് മധുസൂദനൻ ജയരാജന്റെ വക്കാലത്ത് എടുത്ത് വാദിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നിയമപരമായിട്ട് അദ്ദേഹത്തെ അതിന് സമർത്ഥിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, പി ജയരാജന് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് CBI വിടണമെന്നാണ്. പ്രതിയെ സംരക്ഷിക്കുന്നതാണോ അത് ഇരകൾക്ക് നീതി കൊടുക്കുന്നതാണോ ഒരു അന്വേഷണ ഏജൻസി? ഇവിടുത്തെ കേരളത്തിലെ വിജിലൻസ് പോലെ പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യത്തെക്കുറിച്ച് അറിയുന്ന ശ്രീ ജെ ആർ പത്മകുമാർ, ദയവായി ക്ഷമിക്കുക, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 48 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുൻപ് വരെ രാജീവ് അതിലേക്കാ വരുന്നത്. രാജീവ് അതില് സാക്ഷിയായി ഒരാളെ സാക്ഷിയാക്കി ഈ കേസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹം എന്തിനാ മുൻകൂറിന് പോയത്? അപ്പോൾ ഈ കേസിൽ ജയരാജന്റെ പങ്ക് എന്താണ്, എങ്ങനെയാണ് പ്രതിയാകുന്നത് എന്നുള്ള കാര്യം മറ്റാരെക്കാളും CBIയെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ പി ജയരാജനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോയ സാക്ഷിയായി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചോ. പ്രതിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം തന്നെ അദ്ദേഹം മുൻകൂറിന് പോയിട്ടുണ്ട്. പിന്നെ സാക്ഷിയായിട്ട് വിചാരണ നേരിടുന്ന എത്രയോ കേസുകൾ വക്കീലന്മാർക്ക് അറിയാമല്ലോ. എത്രയോ കേസിൽ കോടതിയിൽ സാക്ഷി പറഞ്ഞ് പുറത്തിറക്കി വേറൊരു സാക്ഷി വിസ്തരിച്ച ശേഷം ഈ സാക്ഷിയെ പ്രതിയാക്കി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന തിരുവനന്തപുരത്ത് പോലുമുണ്ട്. മകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ സാക്ഷിയായിരുന്നു. മകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ നേരിട്ട് അച്ഛനെ പ്രതിയാക്കിയ, ഭാര്യയെ കൊന്ന കേസിൽ പ്രതിയാക്കിയ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നാമത്തെ പ്രാഥമിക കുറ്റപത്രത്തിൽ തന്നെ ജയരാജന്റെ പങ്ക്, ഒന്നാം പ്രതി വിക്രമനുമായിട്ടുള്ള പങ്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് തുടരന്വേഷണം ചോദിച്ചിട്ടുള്ളത്. പ്രതിയെ രക്ഷിക്കാൻ കൊണ്ടുപോയ കാറ് ഇതിൽ ഏറ്റെടുത്ത് ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ടിട്ടുള്ള പ്രതികളെ കൊണ്ടുപോയ കാർ ആരതാ പറയട്ടെ മധുസൂദനൻ? ആരെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്? എവിടെയാണ് കൊണ്ടുപോയത്? ഇതൊക്കെ തെളിവുണ്ടല്ലോ. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ 212 സാക്ഷികളുടെ തെളിവും പത്രസമ്മേളനം വിളിച്ച് CBI പറയേണ്ട കാര്യമില്ലല്ലോ. ജയരാജൻ അങ്ങനെ പേടിയില്ലെങ്കിൽ ഇപ്പൊ പ്രതിയാക്കിയിട്ട് മുൻകൂർ ജാമ്യ, അദ്ദേഹം തന്നെ പറഞ്ഞതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഈ UAPA നിയമം ഉള്ള ഒരു കേസിൽ എങ്ങനെയാ മുൻകൂർ ജാമ്യം കിട്ടുന്നത്? അപ്പൊ മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം പ്രതിയാക്കിയതെന്ന് പറഞ്ഞാൽ UAPA നിയമം ചുമത്തിയിട്ടുള്ള കേസിൽ പ്രതിയാക്കാൻ പറ്റില്ല. പിന്നെ UAPA ചുമത്തിയത് ഞങ്ങളല്ല, സംസ്ഥാന പോലീസാണ് ആദ്യം FIR എടുത്തത്. FIR ആ വകുപ്പിന്റെ സെക്ഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CBIക്ക് കൈമാറിയത്. അപ്പൊ അത് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ തെറ്റോ അല്ലെങ്കിൽ പക്ഷപാതം ഉണ്ടെങ്കിൽ കേസ് ഇനിയിപ്പോ കോടതിയിൽ വരുമല്ലോ. ആ കോടതിയിൽ വരുമ്പോൾ ജയരാജ് ചോദ്യം ചെയ്യാമല്ലോ. എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രേരിതം എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. CBI രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഒരിക്കലും ഉപയോഗിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരണം നടത്തിയിരുന്ന സമയത്ത് എതിരാളികൾ പ്രതികളായിട്ടുള്ളതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്നും അതുപോലെ തന്നെ മാർക്സിസ്റ്റുകാരെ പ്രതിയാകാതിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അഡ്വക്കേറ്റ് എൻ ഷംസീർ, ഇവിടെ ഈ തർക്കത്തിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി ചിന്തിച്ചാൽ ഇത്തരം കേസുകളിൽ CPMന്റെ ഉന്നത നേതാക്കൾ ആരോപണ വിധേയരാകുന്ന ഒരു സാഹചര്യം, അതിപ്പോൾ ഷുക്കൂർ വധക്കേസിൻ്റെ കാര്യം JR പത്മകുമാർ സൂചിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം TP വധക്കേസിലും ഇതേപോലെ ആരോപണം ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ പി ജയരാജൻ ഇവിടെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയ വൈരം തീർക്കാൻ വേണ്ടിയുള്ള പ്രതി ചേർക്കൽ എന്ന ആരോപണത്തിനപ്പുറത്തേക്കൊരു ആലോചനയും ചിന്തയും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകേണ്ടതല്ലേ? ഇവിടെ ഞാൻ രാജീവ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കാം. പത്മകുമാർ പറഞ്ഞ ആന്റിസിപ്പേറ്ററി ബെയിലിന് എന്തിനാണ് പോകുന്നതെന്നാണ്. ഒരു അഭിഭാഷകനാണ് ചോദിക്കുന്നത്. ആന്റിസിപ്പേറ്ററി ബെയിൽ ഒരു CRPCയിലുള്ള ഒരു സാധനമല്ലേ?
ഒരു റൈറ്റ് അല്ല ഒരു പൗരൻ ആന്റിസിപ്പേറ്ററി ബൈൽ പോകാനുള്ളത്? അതുപോലും ജയരാജേട്ടൻ പോവാൻ പാടില്ല, ഷൂട്ടഡ് സൈറ്റായി അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് യുക്തിയാണ് പത്മകുമാർ? നിങ്ങൾ പറയണ്ടേ? ഒരു സാധാരണ പൗരനാണല്ലോ അദ്ദേഹം. എത്ര കാലമായി നിങ്ങൾ വേട്ടയാടാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി നിങ്ങൾ വേട്ടയാടുന്നു? 99 ആഗസ്റ്റ് മാസം 25-ാം തീയതി അദ്ദേഹത്തെ വെട്ടിക്കൊല്ലാൻ നോക്കിയത് പത്മകുമാർ നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ? അദ്ദേഹത്തിന്റെ ഒരു കൈക്ക് സ്വാധീനമില്ല, ആരോഗ്യപരമായി അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു, ഹൃദയാഘാതത്തിന്റെ ഭാഗം ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അദ്ദേഹത്തിന് 5 തവണ ആൻജിയോപ്ലാസ്റ്റിക് വിധേയമാക്കി. ഇതെല്ലാം നിങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതയുടെ ഭാഗമാണ്. പക്ഷേ അസാമാന്യമായ ഇച്ഛാശക്തി ജയരാജേട്ടനുണ്ട്. ജയരാജൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് ജയിക്കാനായി ജനിച്ചവൻ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. മരണത്തെ തോൽപ്പിക്കാൻ പി ജയരാജനാവുമെങ്കിൽ, രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിനെല്ലാം അതിജീവിക്കാൻ സഖാവ് പി ജയരാജനാവുമെങ്കിൽ ഒരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഈ കള്ളക്കഥയും ഈ കള്ളക്കേസും അതിജീവിച്ച് സഖാവ് പി ജയരാജൻ കണ്ണൂരിലെയും കേരളത്തിലെയും CPM നയിക്കാൻ മുന്നിലുണ്ടാകും. ഒരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. ഒരു മനോജ് വധക്കേസിലൂടെ ജയരാജന്റെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാം എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുവെങ്കിൽ അതിവിടെ നടക്കില്ല എന്ന് ആദ്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഷുക്കൂർ വധം രാജീവ് സൂചിപ്പിച്ചല്ലോ. ഷുക്കൂർ വധത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തിയത്? 118 എന്ന വകുപ്പാണ്. കൊല്ലും എന്ന് പറയുന്നത് കേട്ടിട്ട് തടഞ്ഞില്ല, അതാണ് കേസ്. ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടു, എന്തുകൊണ്ട് ജയരാജൻ തടയാൻ ശ്രമിച്ചില്ല? ഞങ്ങൾ ചോദ്യമുണ്ട് കോടതിയിൽ. ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി കൊല്ലും എന്ന് കേട്ടത് തടയാൻ ശ്രമിച്ചില്ല എങ്കിൽ സാക്ഷി മൊഴിക്കകത്തുള്ള അയാൾക്കും തുല്യ ഉത്തരവാദിത്വമില്ലേ? ഇപ്പൊ ഒരു എക്സ് എന്ന് പറഞ്ഞ ഞാൻ ഒരാളെ കൊല്ലുന്നത് രാജീവൻ കേട്ടു, രാജീവൻ മൊഴി കൊടുക്കുകയാണ് എങ്കിൽ രാജീവനും പ്രതിയല്ലേ? എന്നെ പോലെ തന്നെ ഉത്തരവാദിത്തം രാജീവനും ഇല്ലേ? അതാണ് ഞങ്ങൾ ചോദിച്ചത്. ഈ പറയുന്ന ഷുക്കൂർ മർഡർ കേസിനകത്ത് പറഞ്ഞു പാർട്ടി കോടതി. ഇപ്പൊ ഇവിടെ എന്തായി? ഈ പറയുന്ന മീഡിയ വൺ ഉൾപ്പെടെ ഈ പറയുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അദ്ദേഹത്തെ അന്ന് വേട്ടയാടി പാർട്ടി കോടതി എന്ന് പറഞ്ഞ ഈ പാർട്ടിയെ ഇപ്പൊ എവിടെ എത്തി? ആ കേസ് എവിടെ എത്തി? ആ കേസിന്റെ ഭാഗമായി എവിടെയാണ് ഇപ്പൊ കാര്യങ്ങൾ കിടക്കുന്നത്? അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് ചാനലുകൾ, നിങ്ങൾ ഒരു ക്ഷണികമായ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ CPM കടന്നാക്രമിക്കാൻ വേണ്ടി ഓരോ ഘട്ടങ്ങളിലും കള്ളക്കേസുകൾ കെട്ടിപ്പൊക്കി. മോഹനൻ മാസ്റ്റർ നിങ്ങൾ ഏതാണ്ട് 1 വർഷത്തിലേറെ ജയിലിലാക്കി. അദ്ദേഹം കുറ്റമുക്തനായി പുറത്തു വന്നല്ലോ. ആ 1 വർഷത്തിലേറെ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചതിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹം അനുഭവിച്ച മാനസിക വ്യത ആരുത്തരം പറയണ്ടേ? നിങ്ങൾ ഇങ്ങനെയാണ് ഒരു കുടുംബത്തെ, ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഇപ്പൊ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 വർഷമായി അത് തന്നെയാണ് ഞാൻ ചോദിച്ചതും. എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് പാർട്ടിയുടെ തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഈ കേസുകളിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണല്ലോ മുകളിലെ തട്ടിലേക്ക് ഈ ആരോപണങ്ങൾ എത്തിപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവരൊരു ആലോചന നടത്തേണ്ട ഒരു സാഹചര്യം അതുകൂടി ഈ സാഹചര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ല. രാജീവ് ഞാൻ ചോദിച്ചോട്ടെ? രാജീവ്, ഈ ചോദ്യം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. ഈ ചോദ്യം RSSനോടും കോൺഗ്രസിനോടും ചോദിക്കേണ്ടത്. ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം 27 സഖാക്കൾ കൊല്ലപ്പെട്ടു, 18 പേരെ കൊലപ്പെടുത്തിയത് ഈ പറയുന്ന പത്മകുമാറിന്റെ പാർട്ടിയാണ്. നിങ്ങൾ വെറും കണ്ണൂരിന്റെ കോൺടെക്സ്റ്റിൽ മാത്രം കാര്യങ്ങളെ കാണരുത്. കേരളം എന്ന വിശാലമായ കോൺസെപ്റ്റിൽ, ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ കാഴ്ചപ്പാടിൽ BJPയും RSSനെയും കാണണം. അങ്ങനെ കാണുമ്പം മുസഫർപൂരിൽ ആളുകളെ കൊന്നത്, ഏറ്റവും ഒടുവിൽ രോഹിത് വെമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഈ പത്മകുമാറിന്റെ പാർട്ടിയാ. അത് മറന്നുപോകരുത്, അത് ചോദിക്കണം. ഞങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളിൽ മാത്രം എന്തേ നേതൃത്വം പ്രതിയാവുന്നത്? വളരെ ചുരുക്കി, ഈ കേസ് ഇപ്പോഴത്തെ നിലയിൽ താങ്കളുടെ അഭിപ്രായത്തിൽ, നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായത്തിൽ ഇത് ഒരു ജാമ്യ ഹർജി സമർപ്പിക്കപ്പെട്ടാൽ UAPA ചുമത്തിയത് കൊണ്ടുകൂടി ചോദിക്കുകയാണ്, അത് സ്വീകരിക്കപ്പെടും എന്ന പ്രതീക്ഷ ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? UAPയുടെ ഒരു ദൗത്യം തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചിറക്കപ്പെട്ട ഒരു നിയമമാണ്. അതുകൊണ്ട് നമുക്ക് പ്രവചനങ്ങൾക്ക് അതീതമായി തന്നെ ചിന്തിക്കേണ്ടി. ഇപ്പൊ തന്നെ നോക്കുക, ഇപ്പൊ സാധാരണ നമ്മുടെ ഈ CRPCയിലെ 437ാമത്തെ വകുപ്പിലൊക്കെ ഇപ്പോൾ സ്ത്രീകള്, അംഗവൈകല്യമുള്ളവര്, രോഗികള്, അവർക്കെല്ലാം തന്നെ ജാമ്യം നൽകാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് UAPയുടെ പരിഗണനയിൽ ഇതൊന്നും തന്നെ വരില്ല. ഇപ്പൊ നമ്മൾ നോക്കുക, ഡോക്ടർ സായിബാബ 90% ക്രിപ്പിൾഡായിട്ട് അംഗവൈകല്യമുള്ള ഒരു മനുഷ്യൻ, അതോടൊപ്പം മദനി ഒരു കാല് ഛേദിക്കപ്പെട്ട മനുഷ്യൻ, എന്നിട്ട് പോലും അവർക്കാർക്കും ഈ ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടാതെ പോകുന്നത് UAPയിൽ ചേർക്കപ്പെട്ടിട്ടുള്ള അതിന്റെ കർശനമായ വകുപ്പുകളാണ്. കാരണം ഈ ദേശീയത അല്ലെങ്കിൽ ദേശദ്രോഹം എന്നെല്ലാം പറയുന്ന വലിയ ജാർഗൺസ് ഉണ്ട്.
ദേശീയ ഉഗ്രഹണം, ഇന്റഗ്രേഷൻ, സോവർണിറ്റി, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന കുറെ വാക്കുകൾ, വാചടോപകങ്ങൾ, അതിന്റെ പരിഗണനയിലാണ് ഈ മനുഷ്യ അവകാശങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും വെച്ചാൽ ഒരു സാധാരണ കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അയ്യോ ഇത് UAP ആണ്, UAP ആവുമ്പോൾ ഞങ്ങൾക്ക് 43 ഡിയിലുള്ള 2 വകുപ്പുകൾ പറയേണ്ടി വരും. ഒന്ന്, നിങ്ങൾ ഇൻവോൾവ് ആണെന്ന് ഈ രേഖകൾ കൊണ്ട് കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു മുൻകൂർ ജാമ്യയുടെ അപേക്ഷയല്ലേ, നിങ്ങൾ റെഗുലർ ബെയിലുമായിട്ട് വാ. റെഗുലർ ബെയിലുമായിട്ട് വരുമ്പോൾ എന്താ പറയുക, പ്രൈമ ഫേഷി ഈ പറയുന്ന മൊഴികൾ കൊണ്ട്, ഈ പറയുന്ന പ്രതിയുടെ കുമ്പസാര മൊഴി കൊണ്ട് അല്ലെങ്കിൽ കുറ്റസമ്മത മൊഴിയിലൂടെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ചെല്ലാം പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൈകഴുകാതെ നിവർത്തിയില്ല എന്ന് പറയുന്ന പിലാത്തോസ്മാരുടെ ഏറ്റവും വലിയ രൂപങ്ങൾ നമുക്ക് UAPയുടെ ഈ വിചാരണ വേളയിൽ കാണാൻ കഴിയും. നമുക്കൊന്നിരിക്കലും പ്രചരിപ്പിക്കാൻ എന്താ പറയാ കഴിയാത്തൊരവസ്ഥയിലേക്ക്, പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അത്ര രീതിയിലുള്ള ബീഭത്സമായ ഒരു നിയമമാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പലപ്പോഴും UAPയുടെ ദുരുപയോഗം ചെയ്യുമെന്ന രൂപത്തിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ അങ്ങനെയല്ല പറയുന്നത്. UAPയെ ടാടയും പോട്ടയും ഇല്ലായ്മ ചെയ്തതുപോലെ റിപ്പീൽ ചെയ്യപ്പെട്ടൊരു നിയമമാണ്. ആ റിപ്പീൽ ചെയ്യപ്പെടുന്നതുവരെ ഈ മനുഷ്യാവകാശത്തിന്റെ പരിഗണനയിൽ വരേണ്ട മുൻകൂർ ജാമ്യം, ഒരാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്താൽ അയാൾ എന്തിനാ മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുത്തത്, നീ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോയെന്നൊക്കെ ചോദിക്കുന്നത് പോലെ നിയമം അനുസരിക്കുന്ന മനുഷ്യർ, നിയമദൃഷ്ടിയിൽ കാര്യങ്ങൾ കാണുന്ന മനുഷ്യർ കോടതിയിൽ പോകുന്നു. അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കും. ഇപ്പോൾ ഒരാൾക്ക് സമൻസ്, 2 പേർക്ക് സമൻസ് കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്തല്ലോ. അപ്പൊ മുൻകൂട്ടിയുള്ള അനുഭവങ്ങളുണ്ട്. അത്തരം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരാൾ മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ കൊടുക്കുമ്പോൾ എല്ലാം തന്നെ ഈ പ്രൈം ഏജൻസി പറയാ നോ അയാൾ പ്രതിയല്ല, അയാൾ പ്രതിയാക്കാവുന്ന യാതൊരു തെളിവില്ല. എന്നിട്ടോ നേരം വെളുക്കുന്നതിന് മുമ്പ്, പണ്ട് പത്രോസ് പറഞ്ഞല്ലോ, കോഴി കൂകുന്നതിന് മുമ്പ് വീണ്ടും അയാളെ പിടിച്ച് പ്രതിയാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇതൊരു റയറസ്റ്റ് ഓഫ് റയർ കേസാണ്. എന്തുകൊണ്ട് ഞാൻ വക്കാലത്ത് എടുത്തിട്ടില്ല, എങ്കിലും ആ രീതിയിലുള്ള ചർച്ചകൾ പോകുന്നതും ശരിയല്ല. പക്ഷേ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന രൂപത്തിൽ, ഒരു അഭിഭാഷകൻ എന്ന രൂപത്തിൽ കേരളത്തിലെ ഈ നിയമചക്രത്തിൽ ഇങ്ങനെയുള്ള ചില വൃത്തികേടുകൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, ഇത് തെമ്മാടിത്തരമാണ്. നിയമത്തെ ചെയ്യാൻ അനുവദിക്കരുത്. ഇത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതിൽ രാഷ്ട്രീയ പരിഗണനയൊന്നുമല്ല. ഇത് നാളെ നിങ്ങളിൽപ്പെട്ട പത്മകുമാറിന്റെ ആളുകളിൽപ്പെട്ട ആളുകൾക്ക് വന്നാലും അതേപോലെ പറയാൻ ഞങ്ങൾ തയ്യാറാകും. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് KS മധുസൂദനോടൊപ്പം AN ഷംസീർ, JR പത്മകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.